ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സീസണിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ സക്സസ്ഫുള്ളി നല്ല പ്രോഫിറ്റിൽ എടുക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, സ്റ്റേഷനറി ബിസിനസ്. നമുക്കറിയാം, സ്കൂളും കോളേജുകളും എല്ലാം തുറക്കുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കത്തോടു കൂടി ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. പൊതുവെ സ്റ്റേഷനറി നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. 40 മുതൽ 50% വരെ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. സോ നമുക്ക് വലിച്ചിട്ടുണ്ട് വീഡിയോ കോൾ. ദിസ് ഈസ് ഇക്ബാൽ ലുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. തന്നെ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമുക്ക് സെറ്റ് തീർക്കേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുന്നു. അത് ലൊക്കേഷൻ ഇതിന് ഏറ്റവും ആക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ പരിസരമാണ്. അതായത് സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിൻ്റെയൊക്കെ ഒരു ഏറ്റവും അടുത്തായിട്ട് സ്കൂളും കോളേജുകളൊക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റു ഓഫീസുകളൊക്കെ ഉള്ള, അല്ലെങ്കിൽ പഞ്ചായത്ത് അതുപോലുള്ള ഓഫീസുകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മാക്സിമം സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്, നമുക്ക് അത് മറ്റു ബിസിനസ്സുകൾ തുടങ്ങുന്നത് പോലെ തന്നെ വലിയൊരു ബഡ്ജറ്റിൻ്റെ ആവശ്യം നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ പ്രദേശത്താണെന്ന് പറയലും നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്കൊരു 15 രൂപ ഒക്കെ നമുക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ റൂം കിട്ടും. പിന്നെ അതിനെ വലിയ അങ്ങനെ ഡെക്കറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ വുഡിലോ അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ടീമിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് റാക്കൊക്കെ അടിച്ചിട്ട് നല്ല കുറച്ച് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റിൽ റാക്ക് അടിച്ച് സെറ്റാക്കിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഫൈബറിൻ്റെ ടേബിളുകൾ മേടിച്ചിട്ട് 3-4 ടേബിൾ മേടിച്ച് അതിന്മേൽ നമുക്ക് നിരത്തി വെച്ചിട്ട് വേണമെങ്കിലും തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും. ചെറിയ പൈസയൊക്കെ നമുക്ക് സ്റ്റോക്കൊക്കെ എടുത്തിട്ട് നല്ല രസമായിട്ട് നമുക്കിതിന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സംഭവം. പൊതുവെ അറിയാമല്ലോ, നമുക്ക് ഓരോ വർഷം തോറും സ്കൂളുകളുടെയും അതേപോലെ തന്നെ കുട്ടികളുടെയൊക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ആവശ്യക്കാരുണ്ട്. ഇതുപോലുള്ള ഓഫീസുകൾ, കടകൾ, സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ഏത് മേഖല എടുത്ത് നോക്കിയാലും സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. സോ അതിനെപ്പോഴും ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന സ്കൂളുകളൊക്കെ തുറക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പണിംഗ് ആവും. ആ ഒരു സീസണിൽ തന്നെ നമ്മുടെ കടയുടെ മറ്റു സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. മറ്റു സ്റ്റേജിലേക്ക് നമുക്ക് കയറാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ആരും എന്തായില്ല, ഒരിക്കലും ഈ സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അതിൽ നിരാശരാവില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ ചെറിയ മുതൽ മുടക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്ഷനാണ് ഈ സീസണിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്ഷനാണ് സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആദ്യം നമുക്കിതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ, ഇതുപോലുള്ള വലിയ വലിയ ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഷോപ്പ് തുടങ്ങേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഒരു പുതിയ ഷോപ്പിലേക്ക് വെക്കേണ്ട ഒരു മിനിമം ക്വാണ്ടിറ്റിയുള്ള സാധനം നമ്മളൊരു ബഡ്ജറ്റൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് പുതിയ ഷോപ്പിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ അത് നമുക്ക് അവർ തന്നെ സെലക്ട് ചെയ്ത് ആ ഒരു എമൗണ്ടിലേക്ക് കറക്റ്റായിട്ട് അവർക്ക് നമുക്ക് പർച്ചേസ് ചെയ്ത് തരാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പൈസ, വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കിടിലൻ സംരംഭമാണ് സ്റ്റേഷനറി ഷോപ്പിംഗ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇതിനൊരു നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നല്ലൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ പർച്ചേസിങ് ഒരു മിനിമം ആവറേജ് രീതിയിൽ പർച്ചേസിങ് ഒക്കെ ചെയ്ത് നമുക്കിതിനെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പുതിയതായിട്ട്
ചൂസ് ചെയ്യാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ട് വലിയ നോളജൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഏകദേശം ഒരു 30 മുതൽ 50% വരെ ഇതിൻ്റെ ഒരു ആവറേജ്, പലതിനും പല മാർജിനാണ്, പ്രോഫിറ്റാണ്. പക്ഷേ ഒരു ആവറേജ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 30 മുതൽ 50% വരെയൊക്കെ നല്ല പ്രോഫിറ്റ് തരാൻ കഴിയും. ആവറേജ് നോക്കുമ്പോൾ നല്ലൊരു സംഭവമാണ്. നമുക്ക് വളരെ ചെറിയ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ് സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുന്നത്. സോ പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനം തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും ബൈ, ടേക്ക് കെയർ.